ഹായ് മക്കളെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഇഫ് ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. ഇവിടെ പി എന്ന് പറയുന്നതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ എന്താണ് അവിടെ ഒരു കണ്ടീഷൻ, ഒരു ക്രൈറ്റീരിയ ഉണ്ടാകുന്നത്? ഇതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു കണ്ടീഷൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലല്ല, പല രീതിയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. അപ്പൊ നോക്കാം, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഇഫ് ടു ലൈൻസ് ആർ ഗിവൺ ആർ പെർപെൻഡിക്കുലർ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ലൈൻസ് എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഫോമിലാണ്. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈൻസിന്റെ ഡയറക്ഷൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. എന്തിനാ ഡയറക്ഷൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്? കാരണം അവരാണ് എന്തായിട്ടുള്ളത്? പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ ഒന്നാമത്തെ ലൈനിന്റെ ഡയറക്ഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ D1 എന്ന് കൊടുക്കാം. ഡയറക്ഷൻ വെക്ടർ D1 is equal to എന്തായിരിക്കും? 7 minus 7i minus 5j plus k എന്ന് വരും. അതാണ് ഡയറക്ഷൻ വെക്ടേഴ്സ്. ഇതാണ് A, B, C. ഇനി രണ്ടാമത് ഡയറക്ഷൻ വെക്ടർ 2 is equal to I പ്ലസ് PJ പ്ലസ് 3k എന്ന് വരും. ഇതാണ് രണ്ടാമത്തെ ലൈനിന്റെ ഡയറക്ഷൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവർ മൂന്ന് പേരും. അപ്പൊ നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷനിൽ നിന്ന് ഡയറക്ഷൻ വെക്ടേഴ്സ് എഴുതാൻ പഠിച്ചു. ഇനി ഇവർ പെർപെൻഡിക്കുലർ ആകുന്ന സമയത്ത് പിയുടെ വാല്യൂ എന്താണ്? ഇതാണ് ചോദ്യം. അപ്പൊ പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത് എന്ത് മാറ്റമാണ് ഇവർക്ക് ഉണ്ടാവുന്നത്? ഇത്രയേ ഉള്ളൂ. D1 ഡോട്ട് D2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? D1 ഡോട്ട് D2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം D1 ഡോട്ട് D2 എങ്ങനെയാണ് ചെയ്യുക അല്ലെ? ഐയുടെ ടേംസ്, ജെയുടെ ടേംസ്, കെയുടെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഐയുടെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7, ജെയുടെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5p, കെയുടെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +3 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. 7 + 3 10 ആണ്. സോ നമുക്ക് എഴുതാം -5p ഈക്വൽ ടു 10 -10. P is equal to 10 by 5, that is 2 എന്ന് വരും. സോ ഇവിടെ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. D1 ഡോട്ട് D2, അതായത് രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും എപ്പോൾ? ഈ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആവുമ്പോൾ. അപ്പൊ പാരലൽ ആവുമ്പോഴും ഇതേപോലെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അറിയുന്നവർ എന്ത് ചെയ്യുക? താഴത്ത് കമന്റ് ചെയ്യുക.